ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കുറേ ആയി ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്. ഇത്രയും ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാൻ മടിച്ചത് വേറൊന്നും കൊണ്ടല്ല, എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നേ. വീഡിയോ നല്ല ഇൻട്രസ്റ്റിൽ എടുത്തു നോക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഇപ്പോഴല്ല, നേരത്തെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ നാളായിട്ട് ഇങ്ങനെ ഗാലറിയിൽ കിടക്കുകയല്ലേ, ഒപ്പം വീഡിയോ എടുക്കുമ്പോൾ ഗാലറി ഫുള്ളും ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എടുത്തു വെച്ച് ഈ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, അപ്പം പിന്നെ അതൊന്നിനെ ഇടാതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ് വീടൊക്കെ അടിച്ചു വാരി തൂത്തുവാരി നേരെ കുളിച്ചിട്ട് വന്നിട്ട് രാവിലെ ഇതാ വിളക്ക് കത്തിക്കാൻ പോവാണ്. വിളക്ക് കത്തിച്ച് ഐശ്വര്യത്തോട് ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്, ലോങ് വീഡിയോ ഇട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ എടുത്തു വെക്കും, എല്ലാം കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടാറില്ല കേട്ടോ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറേയൊക്കെ എനിക്ക് വിട്ടുപോയിട്ടുണ്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നേരെ ഞാൻ വന്ന് എനിക്ക് തുണി അലക്കാനുണ്ടായിരുന്നു കുറേ. അങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയ സെറ്റ് സാരി അടക്കം കുറേ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ആ ജോലി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല വെയിൽ ഉറച്ച് കഴിയുമ്പം തുണി കഴുകാൻ വന്നു കഴിഞ്ഞാൽ പാതി തുണി ഉണങ്ങത്തില്ല. ഇപ്പോഴാകുമ്പം വെയിൽ വരുമ്പോഴത്തേക്ക് തുണി ഇങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും. ഈ ഒരു മതിലിലാണ് ഞാനിന്ന് തുണി ഇട്ടത്. അപ്പം നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടും. മതിലാണ് എപ്പോഴും തുണി ഉണങ്ങാനിടുന്നത്. പിന്നെ കുറച്ച് നേരം വന്ന് സിൻഡയോട് സംസാരിച്ചിട്ട് നേരെ ദോശ ഉണ്ടാക്കാനായിട്ട് പോയി. ഇന്ന് നമ്മുടെ കഴിക്കാനായിട്ട് അരിദോശയാണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ചായയുണ്ട്, ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ട് അമ്മ കഴിച്ചിട്ട് നേരത്തെ പോയി കേട്ടോ. ഞാനും മനീഷേട്ടനും വന്നിട്ട് കഴിക്കാനിരിക്കുകയാണ്. നമ്മുടെ നൈനൂട്ടിയും നേരത്തെ പോയിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ചായയും ഒക്കെ കഴിച്ചിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കാനിരിക്കുന്നത്. അന്നേരത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് പുതിയൊരാൾ വന്നിട്ടുണ്ട്. ഇത് ദാസൂട്ടനാണ് കേട്ടോ. ദാസൂട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വരും. നമുക്ക് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ സമയം പോകാതിരിക്കുന്ന ടൈമിലൊക്കെ ഇവൻ എപ്പോഴും വന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരു സന്തോഷമാണ് ഇവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് അടുക്കള ജോലിയിലേക്ക് കടന്നേക്കാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഇനി എന്താണ് രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ളതാണ്. മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് നിൽക്കുന്ന എൻ്റെ ദേഹത്ത് മുഴുവൻ മീൻ ചെതമ്പലും മീൻ വെള്ളമാകും. അപ്പോൾ ഞാൻ പോയി ഓടി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഒരു റീൽ എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് ആരംഭനെയൊക്കെ സെറ്റാക്കി. പക്ഷെ മനുഷ്യൻ്റെ ഡയലോഗ് പറയാൻ വയ്യെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തു. അപ്പതേ മത്തി, അപ്പതേ മത്തി, നമുക്ക് മത്തി വെട്ടാം. ഗായ്സ്, ഇത് മത്തിയുടെ തലയാണ്. ഈ മത്തിയുടെ തലയാണെങ്കിൽ ഇത് നമ്മൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊരിച്ച് കഴിക്കാനായിട്ട്, നല്ല ക്രിസ്പി ആക്കിയിട്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കടിച്ച് തിന്നാനായിട്ട്. പിന്നെ കുറച്ച് സിംബയ്ക്കും കിറ്റിക്കൊക്കെ കൂടി പുഴുങ്ങി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതും ഞാൻ കഴുകട്ടെ. അപ്പോൾ ദേ മീനൊക്കെ വെട്ടി അത് പാത്രത്തിനകത്ത് അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ദാ എത്ര പേരാ നോക്കി, കണ്ണ് തെറ്റിയാൽ എവിടുന്നെങ്കിലും ഓടി വന്ന് കട്ട് തിന്നും. അതുകൊണ്ട് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇവിടെ മനീഷേട്ടനൊക്കെ ആണെങ്കിൽ ടാങ്ക് വൃത്തിയാക്കുന്നുണ്ട്. ഇതാ ചേട്ടൊരു ഹായ് പറഞ്ഞേ. ഇതിൻ്റെ അകത്തൊരാളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് ഇത് തോലി പൊളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ് ഗൈസ്. ഇപ്പോൾ ഇവിടോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇപ്പോൾ കലമൊക്കെ എടുത്ത് സിംബ ഇട്ടിട്ട് എന്തോ പരിപാടിയായിരുന്നു. കലമെല്ലാം നീക്കി വെച്ചിട്ട് ഞാൻ ഇവിടോട്ട് ഇരിക്കുകയാണ്. എൻ്റെ അമ്മേ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും
തോലിയൊക്കെ കളയാം. മീൻകറി ഉണ്ടാക്കണ്ടേ. ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ. ജോലിയെല്ലാം കഴിഞ്ഞു. മീൻ വെട്ടുന്നത് കൊണ്ട് അവിടെ കഴുകി വെച്ചത് പാത്രം ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മൾ വെള്ളം പോകുമ്പം എടുത്ത് അകത്ത് വെച്ചാൽ മതി പാത്രം. അല്ലെങ്കിൽ അകത്ത് കൊടുത്താൽ അവിടെ മുഴുവൻ വെള്ളമാവും. അതുകൊണ്ട് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇത്. ഇവിടെ തുടച്ച് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഇതിൻ്റെ മോര് വാങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. മീൻകറി ആയതുകൊണ്ട് അപ്പോൾ മോര് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ മോര് കറി വെക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ വൃത്തിയാക്കട്ടെ. ഗൈസ്, അവസാന നിമിഷം എനിക്ക് തൈര് കൊണ്ട് തന്നു മനുഷ്യൻ. തൈര്. അപ്പോൾ ഇനി അത് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി അരിയുമാണ്, ചെറിയുള്ളിയും കൂടി അരിയണം. അപ്പം അതും കൂടി വെച്ചാലേ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കറക്റ്റ് ആകത്തുള്ളൂ. ചോറുണ്ട്, മീൻകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, തല വറുത്തതുണ്ട്, പിന്നെ അമ്മ രാവിലെ വെച്ച പയറും പച്ചക്കായും കൂടി ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരനുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറി. സിമ്പിൾ. അപ്പം നമ്മൾ എന്താ പറയാ, അപ്പം ഞാൻ മോരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ പോയി എന്താ ചുവന്നുള്ളി എടുത്തിട്ട് വരട്ടെ, ചെറിയുള്ളി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണേ. പയറ് തോരൻ, മോര്, നാരങ്ങ അച്ചാറ്, മീൻ വറുത്തത്, മീൻകറി. ഇത്രേ സാധനങ്ങൾ. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഒരു ഗിഫ്റ്റ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ വന്ന് നമ്മുടെ പെരയും മുറ്റവും ഒക്കെ തൂക്കണം. വിളക്ക് കത്തിക്കാനുള്ള സമയമായി വരുന്നു. അപ്പോൾ ആദ്യം മുറ്റത്ത് ഉണക്കാനിട്ടേക്കുന്ന തുണിയെല്ലാം എടുത്തു. നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുണി ഒന്ന് പകുതി ഉണങ്ങിയപ്പോഴത്തേക്ക് ഞാനെടുത്ത് തറയിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടി. പിന്നെ മുറ്റമൊക്കെ തൂത്തു. പിന്നെ എൻ്റെ ചെടികൾ ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം വെള്ളം കൊടുത്തു. അതിനുശേഷം നേരെ എടുത്തിട്ട് വന്ന തുണിയെല്ലാം കൂടി മടക്കി വൃത്തിയാക്കി അലമാരിൽ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മടക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് തന്നെ ലാസ്റ്റ് പണിയാവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം വിളക്കത്തിക്കാനുള്ള ടൈമായി. നേരെ പോയി നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് വെള്ളപ്പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നിടം പൂക്കളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ലൈറ്റൊക്കെ അണച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം ഇനി സീരിയൽ പരിപാടികളാണ്. അമ്മ ഇവിടെ നിന്ന് സീരിയൽ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളും ഇനി കുറച്ച് നേരം സീരിയൽ കാണും കേട്ടോ. എന്നിട്ട് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.